ഹലോ, ഡാമിന്റെ ഷട്ടർ അടയ്ക്കുക, മീൻ പിടിക്കാൻ പോയാലോ എന്ന് അച്ഛൻ. ഇടം വല്ലം നോക്കാതെ യെസ് പറഞ്ഞ ഞാൻ. പക്ഷെ മീൻ പിടിക്കാൻ വല വേണ്ടേ? നമ്മുടെ കയ്യിൽ വലയുമില്ല, ഒന്നുമില്ല. എങ്ങനെ മീൻ പിടിക്കണമെന്ന് പോലും അറിയില്ല. അല്ല, ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ മീൻ പിടിക്കലൊക്കെ എങ്ങനെയാന്ന് പഠിക്കുക. ഞാൻ ഈ പറഞ്ഞു വരുന്നത് മലമ്പുഴ ഡാമിന്റെ ഷട്ടർ അടയ്ക്കുന്ന കാര്യമാണ്. മലമ്പുഴ ഡാമിന്റെ ഷട്ടർ അടച്ചു കഴിഞ്ഞാൽ കനാലിലേക്കുള്ള വെള്ളം എല്ലാം കുറയും. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങിയിട്ട് വല വീശി മീൻ പിടിക്കാം. ഈ നാട്ടുകാരുടെയൊക്കെ സ്ഥിരം ഹോബിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഹോബി ആക്കിയിട്ടുള്ള ബ്രദറിൻലോ ഇവിടെയുണ്ട്. ബ്രദറിൻലോ ഇല്ല, പക്ഷെ ഐറ്റംസ് നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കാനുള്ള ആയുധങ്ങളെന്ന് ഉദ്ദേശിച്ചത് വലയാണ് കേട്ടോ. അങ്ങനെ എല്ലാ സെറ്റപ്പുമായിട്ട് ദേ കനാലിൽ ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഒരാള് മീനും പാത്രത്തിലാക്കി വരുന്ന കാഴ്ചയാണിത്. ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ കാണിച്ചു തന്നാട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് മീൻ വല ഒതുക്കിയെടുത്ത് പരത്തി വെക്കണം. ആരാണ് ഞങ്ങളെന്ന് ചോദിച്ചാൽ ഞാനും അച്ഛനും 2 ചെറിയച്ഛന്മാരും ഒരു മാമനും, അങ്ങനെ 5 അംഗ ടീമാണ് ഈ മീൻ പിടിക്കാനായി പോകുന്നത്. എന്തിനാ കുട്ടി ഈ ടീമിന്റെ കൂടെ കൂടിയിരിക്കണേന്ന് ചോദിച്ചാൽ എല്ലാം ഒരു രസം, അത്രേ ഉള്ളൂ. ഈ മീൻപിടുത്തം എന്ന് പറയുന്നത് അത്ര നിസ്സാര പണിയൊന്നും അല്ല കേട്ടോ. ഒതുക്കി വെച്ച മീൻവല പതുക്കെ 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 നിവർത്തിയെടുക്കണം. അതൊരു പ്രത്യേക ഷേപ്പിൽ നിവർത്തി വെച്ച് അറ്റം കൊളുത്തി വെക്കണം. ഈ വലയും പിടിച്ച് നിൽക്കണ ചെറിയച്ചനാണ് ഞങ്ങളുടെ ആശാൻ. ബാക്കിയുള്ളവർക്കൊക്കെ ദിസ് ഈസ് വല, ദിസ് ഈസ് പുഴ, ദിസ് ഈസ് മീൻ, അത്ര മാത്രമേ അറിയുള്ളൂ. എങ്ങനെ വലയിടണമെന്നോ മീൻ എങ്ങനെ പിടിക്കണമെന്നോ ഒന്നും അറിയില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഒരു പുതിയ എക്സ്പീരിയൻസിന് വേണ്ടി വന്നതാണ്. അതുമാത്രമല്ല, ഇങ്ങനെ കഴിക്കുന്ന മീനിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. എല്ലാവരും ഓരോ കിറ്റും പിടിച്ച് മീൻ പിടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്, യൂണിഫോം എല്ലാം മാറ്റിയിട്ട്. അവരവരുടെ മുമ്പിൽ വലയിൽ കുടുങ്ങിയിട്ടുള്ള ഓരോ മീനും അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ട് തന്നെ അവർ കവറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നായ പോലും പുഴയിൽ കൂടെ നടന്ന് മീൻ പിടിക്കുകയാണ്. സാധാരണയായിട്ട് ഇതുപോലത്തെ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് അത്ര തിരക്കില്ല. ദേ ഇങ്ങനെ വലയിൽ കുടുങ്ങിയ മീന് ഓരോന്നോരോന്നായിട്ട് എടുക്കണം. അത് കുറച്ച് മെനക്കെട്ട പണി തന്നെയാണ്. എനിക്കും അടുത്തു പോയി മീനൊക്കെ ഇതുപോലെ വലയിൽ നിന്ന് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ചെറിയച്ചൻ പറഞ്ഞത് പൊടിയിൽ കുപ്പിച്ചില്ലെല്ലാം ഉണ്ടാവുമെന്ന്. അപ്പൊ ചെരുപ്പിട്ടിട്ട് വേണം ഇറങ്ങാൻ. പക്ഷെ ഞാൻ ഷൂസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കരക്കിരുന്ന ഈ കാഴ്ചകളെല്ലാം കാണാം. എത്ര നേരം ആ കരയിൽ നോക്കിയിരിക്കുക. ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് ഇറങ്ങിയതാ. പക്ഷേ നമ്മളെ കൊണ്ട് നടക്കില്ല. ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നർത്ഥം. ചിലയിടത്തൊക്കെ മുട്ടിന് മേലെയാണ് വെള്ളം നിൽക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ വേറെ ഡ്രസ്സും എടുത്തിട്ടില്ല. ദേ അടുത്താള് ചാക്കിൽ മീനായിട്ട് വരികയാണ്. പെടയ്ക്കണ മീൻ കൊള്ളാം. വെറുതെ പുഴയിലിറങ്ങി കയറുമ്പോഴേക്ക് എന്റെ പാൻറിലൊക്കെ എന്തോ പ്രാണി കയറിയിരിക്കുന്നു. അപ്പോ കരക്കിരുന്ന് വെറുതെ വെയിൽ കൊള്ളുന്ന നേരം തേരാപ്പാരൊന്നും നടക്കാന്ന് വിചാരിച്ചു. താഴെ കുറെ കായകൾ കിടക്കുന്നുണ്ട്. ഇത് എന്ത് കായാന്നൊന്നും അറിയില്ല. പക്ഷെ വെറുതെ എടുത്ത് വെറുതെ തിരുമ്പി വെറുതെ മണപ്പിച്ച് നോക്കി. ഞാൻ വിചാരിച്ചത് സോപ്പ് കായാണെന്നാണ്. ഭാഗ്യം, ബോധം കിട്ടില്ല. ഇതെന്ത് കായാന്ന് മനസ്സിലായിരുന്നു കമന്റ് ചെയ്യൂട്ടോ. ഒരു വല്ലാത്ത മണായിരുന്നു അതിന്. പിന്നെ അപ്പുറത്തുള്ള പൂമ്പാറ്റയും ഇപ്പുറത്തുള്ള ചെടിയും മരങ്ങളൊക്കെ നോക്കി ഞാൻ എങ്ങനെയൊക്കെയോ നേരം നേരം കഴിച്ചു കൂട്ടി. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ പുഴു വെയിലാണ്. ഇവിടെ നിൽക്കാനോ ഇരിക്കാനോ വേറെ സ്ഥലമൊന്നുമില്ല. തൽക്കാലം ഒരു ടർക്കി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തിരി സമാധാനമുണ്ട്. ദേ ഒരാൾ ചാക്കുകൊണ്ട് വരുന്ന സീനാണിത്. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇവിടെ വന്നോണ്ടല്ലേ കാണാൻ പറ്റിയത്. ദേ ഇപ്പുറത്ത് സ്പോട്ട് സെയിൽ നടക്കുകയാണ്. മീൻ പിടിക്കുന്നു, കൊടുക്കുന്നു, പൈസ വാങ്ങുന്നു. മീൻ പിടിക്കുന്നു, കൊടുക്കുന്നു, പൈസ വാങ്ങുന്നു. ഇതിലും വലിയ സെയിൽ സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മീനിന്റെ ചെകളപ്പൂക്കളാണ് ഈ വലയിൽ കുടുങ്ങി നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുമാത്രമല്ല, ചെറിയ നൈസായിട്ടുള്ള വലയാണ്. അത് പൊട്ടാതെ നമുക്ക് മീൻ പുറത്തെടുക്കുകയും വേണം. മണിക്കൂറുകളോളം വെള്ളത്തിൽ നിന്നാണ് ഇതുപോലെ വലകളിൽ നിന്നും ഓരോ മീനുമായിട്ട് പെറുക്കിയെടുത്ത് കിലോ കണക്കിന് മീനുകൾ ഓരോരുത്തർ പിടിച്ചു കൂട്ടുന്നത്. ടർക്കി തലയിലിട്ടത് കൊണ്ട് ചൂടിൽ നിന്നൊരു താൽക്കാലിക ആശ്വാസത്തിലാണ് ഞാൻ. അപ്പോഴും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത എന്താണെന്നറിയോ? എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. കുഴപ്പമില്ല, ഫ്രഷ് മീൻ കിട്ടാനായിട്ടല്ലേ, നമുക്ക് കരക്കിരുന്നുകൊണ്ട് തന്നെ അവർ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഈ ഏരിയയിലെ മീൻപിടുത്തം തൽക്കാലം കഴിഞ്ഞു. ഇവിടെ എല്ലാവരും ഒരു ഏരിയ തിരിച്ച് വല വിരിച്ചിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ മീനെല്ലാം എടുത്ത് കാറിൽ വെക്കാൻ പോവുകയാണ്. ഇനി കുറച്ചുകൂടി മേലെ കൊണ്ടുപോയി വല വിരിക്കാന്ന് വിചാരിച്ചു. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ അരയ്ക്ക് മീതിയാണ് വെള്ളം. പക്ഷെ ഇതുപോലുള്ള താഴ്ചയുള്ള സ്ഥലങ്ങളിൽ അത്രേ മീനുകൾ കൂടുതലുണ്ടാവുക. അവിടെ ചുറ്റും മീൻ പിടിക്കാൻ വന്നവരിൽ ഒരാള് നമുക്ക് ഗൈഡൻസ് തരികയാണ്. അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ. എന്താണെങ്കിലും ഇതൊക്കെ കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ചും കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെ ഇടയിൽ. ചെറുപ്പക്കാരായിട്ടുള്ളവരോ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒരു ഹോബി അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കുമായിരുന്നു. പുഴയിൽ മീൻ പിടിക്കുന്നവരെ കാത്ത് കുറച്ച് വണ്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. മീൻ കരയിലേക്ക് എത്തുമ്പോഴേക്കും സ്പോട്ട് സെയിലിന് വേണ്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നത്. വെയിൽ കൊണ്ട് ബോധം കിടന്നപ്പോൾ കിട്ടിയ മീനും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വിട്ടു. ദേ ഇതാണ് എൻ്റെ ഭർത്താവിനുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. മീൻ നല്ല ഫ്രഷ് മീൻ. ഇതിനെയാണ് കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറയുക. ആരെങ്കിലും പിടിക്കുന്നു, നമ്മൾ കഴിക്കുന്നു, എന്താ സുഖം. എന്തായാലും ഡാമിലെ മീന്, നമ്മൾ പിടിച്ച മീന് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് വെപ്പ്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നാലോ. ഉടനടി ഇതെല്ലാം ക്ലീൻ ചെയ്ത് കറി വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇതേ നമ്മുടെ മീനൊക്കെ നമ്മൾ പ്ലേറ്റിലാക്കി ഇതെല്ലാം സ്പോട്ടിൽ വൃത്തിയാക്കി കറി വെക്കാൻ പോവുകയാണ്. ഇത് വൃത്തിയാക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ സൈഡിലുള്ള ചിറക് കുറച്ച് ഷാർപ്പാണ്. അത് കയ്യിൽ കുത്താതെ വേണം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ കല്ലുപിടി തിരുമ്മിയ നന്നായി വൃത്തിയായി കിട്ടും. ദേ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുളിക്കണം. കുളിച്ചു വന്നാൽ മാത്രം പോരാ, സൺടാൻ അടിച്ചെൻ്റെ മുഖമൊക്കെ വല്ലാതായി. നമുക്ക് ഒരു വാട്ടർമെലൺ ജ്യൂസും ഒരു ഫേസ് പാക്കും ഇട്ടിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇനി ഭാവി പരിപാടികൾ നോക്കണം. ദേ അരപ്പെല്ലാം അരച്ചു കറി വെക്കുകയാണ്. കുറച്ച് കറി വെക്കണം, കുറച്ച് ഫ്രൈ ചെയ്യണം. അതാണ് എൻ്റെ പരിപാടി. മീൻ കറിയും മീൻ ഫ്രൈ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രൈയിൽ എക്സസ് ഓയിൽ കളയാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെക്കാം. ഇനി നമുക്ക് കഴിക്കാൻ തുടങ്ങാം. കുറെ നേരമായിട്ട് സോൻ എന്നെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. എങ്ങനെയുണ്ട്? യെസ് ഓഫ് കോഴ്സ് മീൻ സൂപ്പറാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിറയെ മുള്ളുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കണമെന്ന് മാത്രം. പക്ഷെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്താൽ ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്താൽ